Hello everyone. Today we are going to discuss about the variations of Turing machine. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ട്യൂറിംഗ് മെഷീനാണ്. അതിൻ്റെ ഇൻട്രൊഡക്ഷനും അതിൻ്റെ ഡെഫിനിഷൻസും പിന്നെ അതുപോലെ തന്നെ അതിനകത്തൊരു ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ ഇൻപുട്ട് സ്ട്രിങ്ങിനെ പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഒരു ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. Variations of Turing machine. First one, multiple track Turing machine. A k-track Turing machine for some k greater than 0 has k tracks and one read or write heads that reads and writes all of them one by one. A k-track Turing machine can be stimulated by a single track Turing machine. ഇനി നമുക്ക് വേരിയേഷൻസ് ഓഫ് ട്യൂറിംഗ് മെഷീൻ ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ട്രാക്ക് ട്യൂറിംഗ് മെഷീനാണ്. അതിൽ ഒരു കെ ട്രാക്ക് ട്യൂറിംഗ് മെഷീൻ ഉണ്ടായിരിക്കും. അവിടെ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0, അതായത് സീറോയെക്കാളും കൂടിയ വാല്യൂ, അതായത് 1 2 3 എത്ര വേണമെങ്കിലും വരാം. അതിനെന്ന് പറയുന്നത് അത്രയും കെ ട്രാക്സ് ഉണ്ടായിരിക്കും. അതുപോലെ ഒരു റീഡോ റൈറ്റ് ഹെഡേ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതെന്ന് പറയുന്നത് 1 by 1 ആയിട്ട് റീഡ് ചെയ്യുകയും റൈറ്റ് ചെയ്യുകയും ചെയ്യും. ഇനി ഒരു കെ ട്രാക്ക് ട്യൂറിംഗ് മെഷീനെ നമുക്ക് ഒരു സിംഗിൾ ട്രാക്ക് ട്യൂറിംഗ് മെഷീൻ വെച്ചിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും. ടു വേ ഇൻഫൈനൈറ്റ് ടേപ്പ് ട്യൂറിംഗ് മെഷീൻ. ഇൻഫൈനൈറ്റ് ടേപ്പ് ഓഫ് ടു വേ ഇൻഫൈനൈറ്റ് ടേപ്പ് ട്യൂറിംഗ് മെഷീൻ ഈസ് അൺബൗണ്ടഡ് ഇൻ ബോത്ത് ഡയറക്ഷൻസ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. Two-way infinite tape Turing machine can be implemented by one-way infinite Turing machine, that is standard Turing machine. ഇനി ടു വേ ഇൻഫൈനൈറ്റ് ടേപ്പ് ട്യൂറിംഗ് മെഷീനിൽ എന്ന് പറയുന്നത് ഒരു ഇൻഫൈനൈറ്റ് ടേപ്പ് ഉണ്ടായിരിക്കും. അതെന്ന് പറയുന്നത് ടു വേ അതായത് ലെഫ്റ്റിലും റൈറ്റിലും ഇൻഫൈനൈറ്റ് ആയിട്ടുള്ളത്, ആ ലെഫ്റ്റ് ഡയറക്ഷനിലും റൈറ്റ് ഡയറക്ഷനിലും ഇൻഫൈനൈറ്റ് ഉള്ള ടേപ്പ് ഉണ്ടായിരിക്കും. അതിനെയാണ് ഇൻഫൈനൈറ്റ് ടേപ്പ് ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഇനി ഈ ടു വേ ഇൻഫൈനൈറ്റ് ടേപ്പ് ട്യൂറിംഗ് മെഷീനെ നമുക്ക് ഒരു വൺ വേ ഇൻഫൈനൈറ്റ് ടേപ്പ് ട്യൂറിംഗ് മെഷീൻ വെച്ചിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു സ്റ്റാൻഡേർഡ് നോർമൽ ട്യൂറിംഗ് മെഷീൻ വെച്ചിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും. നോർമൽ ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഒരു സൈഡെന്ന് പറയുന്നത് ലെഫ്റ്റ്, അല്ലെങ്കിൽ മിക്കവാറും ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിരിക്കും, റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റും ആയിരിക്കും. ഇവിടെ ടു വേ ഇൻഫൈനൈറ്റ് ടേപ്പിലെന്ന് പറയുന്നത് ലെഫ്റ്റും റൈറ്റും രണ്ടും ഇൻഫൈനൈറ്റ് ആയിരിക്കും. അതാണ് ടു വേ ഇൻഫൈനൈറ്റ് ടേപ്പ് ട്യൂറിംഗ് മെഷീൻ. Tape Turing machine. It has multiple tapes and controlled by a single head. The multi-tape Turing machine is different from K-track Turing machine, but expressive power is same. Multi-tape Turing machine can be simulated by single tape Turing machine. അപ്പം നമ്മുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് മൾട്ടി ടേപ്പ് ട്യൂറിംഗ് മെഷീനാണ്. അതുപോലെ നെയിമിൽ തന്നെ പറയുന്നുണ്ട് മൾട്ടിപ്പിൾ ടേപ്സ് ഉണ്ടായിരിക്കും ആ ട്യൂറിംഗ് മെഷീന്. അപ്പം അതിനെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ടേപ്സ് ഉണ്ടായിരിക്കും. അത് കൺട്രോൾ ചെയ്യുന്ന ഒരു സിംഗിൾ ഹെഡാണ്. ദെൻ ഇത് മൾട്ടി ടേപ്പ് ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഒരു കെ ട്രാക്ക് ട്യൂറിംഗ് മെഷീനിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. ബട്ട് അതിൻ്റെ എക്സ്പ്രസീവ് രണ്ടിൻ്റെയും പവർ എന്ന് പറയുന്നത് മൾട്ടി ടേപ്പിൻ്റെയും അതുപോലെ കെ ട്രാക്ക് ട്യൂറിംഗ് മെഷീൻ്റെയും പവർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇനി നമുക്ക് മൾട്ടി ടേപ്പ് ട്യൂറിംഗ് മെഷീനെ ഒരു സിംഗിൾ ടേപ്പ് ട്യൂറിംഗ് മെഷീൻ വെച്ചിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. Multi-tape multi-head Turing machine. The multi-tape Turing machine has multiple tapes and multiple heads. നെയിം പറയുന്നത് പോലെ തന്നെ മൾട്ടിപ്പിൾ ടേപ്സും അതുപോലെ മൾട്ടിപ്പിൾ ഹെഡ്സും ഉണ്ടായിരിക്കും. ദെൻ ഈച്ച് ടേപ്പ് കൺട്രോൾഡ് ബൈ സെപ്പറേറ്റ് ഹെഡ്. ഓരോ ടേപ്പും കൺട്രോൾ ചെയ്യാനായിട്ട് ഓരോ സെപ്പറേറ്റ് ഹെഡ് ഉണ്ടായിരിക്കും. Then multi-tape multi-head Turing machine can be stimulated by standard Turing machine. Multi-tape multi-head Turing machine നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ട്യൂറിംഗ് മെഷീൻ വെച്ചിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാവുന്നതാണ്. Multi-dimensional tape Turing machine. It has multi-dimensional tape where head can move any direction, that is left, right, up or down. ഒരു മൾട്ടി ഡയമെൻഷണൽ ടേപ്പ് ട്യൂറിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ അതിനെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് ഉണ്ടായിരിക്കും. അതായത് ആ ടേപ്പ് ഹെഡിനെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡയറക്ഷൻസിൽ മൂവ് ചെയ്യാം. അതായത് ലെഫ്റ്റ്, റൈറ്റ്, അപ്പ്, ഡൗൺ ഇങ്ങനെ 4 ഡയറക്ഷൻസിൽ ആ ടേപ്പിൻ്റെ ഹെഡിന് മൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണിത് മൾട്ടി ഡയമെൻഷണൽ ടേപ്പ് ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത്.
ഇനി മൾട്ടി ഡയമെൻഷണൽ ടേപ്പ് ട്യൂറിംഗ് മെഷീൻ ക്യാൻ ബി സ്റ്റിമുലേറ്റഡ് ബൈ വൺ ഡയമെൻഷണൽ ട്യൂറിംഗ് മെഷീൻ. ഇനി നമ്മുടെ മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള ട്യൂറിംഗ് മെഷീനെ നമുക്ക് ഒരു വൺ ഡയമെൻഷണൽ ആയിട്ടുള്ള ട്യൂറിംഗ് മെഷീൻ വെച്ചിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാവുന്നതാണ്. Multi-head Turing machine. A multi-head Turing machine contains 2 or more heads to read the symbols on the same tape. നെയിം പറയുന്നത് പോലെ തന്നെ മൾട്ടിപ്പിൾ ഹെഡ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെന്ന് പറയുന്നത് 2 or more ഹെഡ്സ് ഉണ്ടായിരിക്കും. അതെന്ന് പറയുന്നത് സെയിം ടേപ്പിലുള്ള സിമ്പിൾസിനെ റീഡ് ചെയ്യാനായിട്ട്. ഇതാണ് മൾട്ടി ഹെഡ് ട്യൂറിംഗ് മെഷീൻ. ഇൻ വൺ സ്റ്റെപ്പ് ആൾ ദ ഹെഡ്സ് സെൻസ് ദ സ്കാൻഡ് സിമ്പിൾസ് ആൻഡ് മൂവ് ഓർ റൈറ്റ് ഇൻഡിപെൻഡൻ്റ്ലി. ഇനി ഒരു സ്റ്റെപ്പിൽ തന്നെ ഈ സ്കാൻ ചെയ്ത സിമ്പിൾസിനെ എല്ലാം മൂവ് ചെയ്യുകയോ റൈറ്റ് ചെയ്യുകയോ ചെയ്യും ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. ഒന്നിനെ ഡിപ്പെൻഡ് ആയിട്ടല്ലാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ അതിനെ സിമ്പിൾസിനെ മൂവ് ചെയ്യുകയോ റൈറ്റ് ചെയ്യുകയോ ചെയ്യും. ദെൻ മൾട്ടി ഹെഡ് ട്യൂറിംഗ് മെഷീൻ ക്യാൻ ബി സ്റ്റിമുലേറ്റഡ് ബൈ സിംഗിൾ ഹെഡ് ട്യൂറിംഗ് മെഷീൻ. ഇനി മൾട്ടി ഹെഡ് ട്യൂറിംഗ് മെഷീനെ നമുക്ക് ഒരു സിംഗിൾ ഹെഡ് ട്യൂറിംഗ് മെഷീൻ വെച്ചിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാവുന്നതാണ്. Non-deterministic Turing machine. A non-deterministic Turing machine has single one-way infinite tape. ഒരു നോൺ ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീൻ ആണെങ്കിൽ അതെന്ന് പറയുന്നത് ഒരു ഒരു വേയിലുള്ള ഇൻഫൈനൈറ്റ് ടേപ്പ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേയിൽ ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ടേപ്പ് ഉണ്ടായിരിക്കും. Then for a given state and input symbol has at least one choice to move, that is finite number of choices for next move. Each choice several choices of path that it might follow for a given input string. അതായത് നമുക്കൊരു സ്റ്റേറ്റും ഒരു ഇൻപുട്ട് സിമ്പിളും തന്നിട്ടുണ്ടെങ്കിൽ അതിനെന്ന് പറയുന്നത് മിനിമം ഒരു ചോയ്സ് എങ്കിലും ഉണ്ടായിരിക്കും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് അടുത്ത മൂവിനെന്ന് പറയുന്നത് നമുക്ക് എത്ര നമ്പർ ഓഫ് ചോയ്സസ് വേണമെങ്കിലും കാണും. ഇനി ഈ ചോയ്സ് എന്ന് പറയുന്നത് പല പാത്തായിരിക്കും. നമുക്കൊരു ഇൻപുട്ട് സ്ട്രിങ്ങിനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല പാത്തിൽ കൂടെ ആയിരിക്കും ഇതിന് മൂവ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഒരു സ്റ്റേറ്റും ഒരു ഇൻപുട്ട് സിമ്പിളും തന്നിട്ടുണ്ടെങ്കിൽ അതിനെന്ന് പറയുന്നത് നമുക്ക് ഫൈനൈറ്റ് നമ്പർ ഓഫ് മൂവ്സ് ഉണ്ടായിരിക്കും ആ ഇൻപുട്ട് സ്ട്രിങ്ങിൽ റീച്ച് ചെയ്യാനായിട്ട്. ദെൻ എ നോൺ ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീൻ ഈസ് ഈക്വലൻ ടു ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീൻ. ഒരു നോൺ ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീന് ഈക്വലൻ്റ് ആയിരിക്കും. യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ. A Turing machine is said to be universal Turing machine if it can accept first one the input data and second an algorithm or description for computing. ഇനി നമുക്കൊരു ട്യൂറിംഗ് മെഷീൻ യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ ആണോന്ന് പറയണമെങ്കിൽ അതിനെന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഡേറ്റ അക്സെപ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ അതിനെന്ന് പറയുന്നത് ഒരു അൽഗോരിതം അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ഉണ്ടായിരിക്കും ആ കമ്പ്യൂട്ട് ചെയ്യാനായിട്ട്. നമുക്ക് ആ കാൽക്കുലേഷൻ കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് ഒരു അൽഗോരിതം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. ദിസ് ഈസ് പ്രിസൈസ്ലി വാട്ട് എ ജനറൽ പർപ്പസ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഡസ്. ഇതെന്ന് പറയുന്നത് നമ്മളൊരു ജനറൽ പർപ്പസ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതിന് സിമിലറാണ് ഈ യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ. എ ഡിജിറ്റൽ കമ്പ്യൂട്ടർ അക്സെപ്റ്റ് എ പ്രോഗ്രാം റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ്. നമ്മുടെ നോർമൽ ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മൾ പ്രോഗ്രാമിന് ഹൈ ലെവലിലായിട്ടുള്ള എഴുതിയിട്ടുള്ള പ്രോഗ്രാമിനായിരിക്കും ഡിജിറ്റൽ കമ്പ്യൂട്ടർ അക്സെപ്റ്റ് ചെയ്യുന്നത്. Thus, a general purpose Turing machine will be called a universal Turing machine if it is powerful enough to stimulate the behavior of any digital computer, including any Turing machine itself. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു ജനറൽ പർപ്പസ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ പ്രോഗ്രാമിനെ നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയിട്ട് കമ്പ്യൂട്ടറിൽ നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യും അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. സിമിലർലി ഇവിടെ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെ ബിഹേവിയർ ഒരു ജനറൽ പർപ്പസ് ട്യൂറിംഗ് മെഷീന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ട്യൂറിംഗ് മെഷീനെയാണ് യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ ഈസ് ജസ്റ്റ് എ ട്യൂറിംഗ് മെഷീൻ ഹൂസ് പ്രോഗ്രാമിംഗ് സ്റ്റിമുലേറ്റ്സ് അതർ ട്യൂറിംഗ് മെഷീൻസ്. നമ്മുടെ യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഒരു ട്യൂറിംഗ് മെഷീൻ തന്നെയാണ്. ബട്ട് അതെന്ന് പറയുന്നത് വേറെ ട്യൂറിംഗ് മെഷീൻസിൻ്റെ ബിഹേവിയേഴ്സിനെയും സ്റ്റിമുലേറ്റ് ചെയ്തെടുക്കും. That is, the input to the universal Turing machine is a description of a Turing machine T and an input for T, and the universal Turing machine stimulate T on that input. നമുക്കൊരു ട്യൂറിംഗ് മെഷീൻ ടി ഉണ്ട്. ആ ടി എന്നൊരു ട്യൂറിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ അതിനെന്ന് പറയുന്നത് അതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു ഇൻപുട്ട് ഡേറ്റ സ്ട്രിങ്ങും ഉണ്ടായിരിക്കും. അപ്പം നമ്മുടെ യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ ആ
ഇൻപുട്ടിനെയും ഡിസ്ക്രിപ്ഷനെയും സ്റ്റിമുലേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. യൂണിവേഴ്സൽ ഇൻ ദ സെൻസ് ദാറ്റ് ഫോർ എനി പ്രോബ്ലം ദാറ്റ് ക്യാൻ ബി സോൾവ്ഡ് ബൈ ട്യൂറിംഗ് മെഷീൻസ് യു കുഡ് എയ്തർ യൂസ് എ ട്യൂറിംഗ് മെഷീൻ ദാറ്റ് ഡയറക്ട്ലി സോൾവ്സ് ദാറ്റ് പ്രോബ്ലം or you could use a universal Turing machine and give it the description of a Turing machine that directly solves the problem. അതായത് നമുക്കൊരു പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആദ്യം ട്യൂറിംഗ് മെഷീൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഡയറക്റ്റായിട്ട് ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യും. ഇനി യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ ആണെങ്കിൽ അത് നമ്മളൊരു ട്യൂറിംഗ് മെഷീൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ അതും ഡയറക്റ്റായിട്ട് ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യും. സോ വി ക്യാൻ സേ ദാറ്റ് യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ ഈസ് ആൻ ഇൻ്റർപ്രറ്റർ ഫോർ ഓൾ ട്യൂറിംഗ് മെഷീൻസ്. എല്ലാ ട്യൂറിംഗ് മെഷീൻസിൻ്റെ ഒരു ഇൻ്റർപ്രറ്ററാണ് നമ്മുടെ യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ. ഇനി നമ്മുടെ യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഒരു ജനറൽ പർപ്പസ് ഡിജിറ്റൽ കമ്പ്യൂട്ടറിന് സിമിലർ ആണെന്ന് പറഞ്ഞു. ഇനി അവിടെ എന്ന് പറയുന്നത് ഒരു ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് എന്ന് വെച്ചാൽ നമ്മുടെ യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീനിലാണെങ്കിൽ ഇൻഫൈനൈറ്റ് ടേപ്പാണ്, അതായത് ഇൻഫൈനൈറ്റായിട്ട് നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. ബട്ട് നമ്മുടെ കമ്പ്യൂട്ടർ എടുക്കുകയാണെങ്കിൽ അതിനെന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് മെമ്മറിയേ ഉള്ളൂ. അതാണ് കമ്പ്യൂട്ടറും ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറും യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീനും തമ്മിലുള്ളൊരു ഡിഫറൻസ്.